നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ ഒരു വലിയ ഒരു ചെറിയ കലാകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വയലിൻ വായിക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിലെ ഇത്ര ഭംഗിയായിട്ട് വയലിൻ വായിക്കുന്നത് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു സ്റ്റൈലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു താളത്തിലും ആ ഒരു രാഗത്തിലൊക്കെ അതിൻ്റെ തലയും അതൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ വയലിനായാലും മറ്റുള്ള ഏത് തരത്തിലുള്ള കലാപരമായിട്ടുള്ള ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാലും, എൻ്റെ വീട്ടിൽ 2 പേരുണ്ട്. അവർ 2 പേരും ഞാൻ പറഞ്ഞു വിട്ടാണ്ടിരിക്കുക. പക്ഷെ അവരൊന്നും പഠിച്ചില്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകതരം വാസന ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ എൻ്റെ പെങ്ങളെ കൊച്ചു, അതിൽ ഒരാൾ നന്നായി ഡാൻസ് ചെയ്യും. അവളിപ്പോൾ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ഈ വയലിൻ. പക്ഷേ വയലിനാണ് ഏറ്റവും ടഫ് പഠിക്കാൻ. കാണുമ്പോൾ നല്ല രസമാണ്. നമ്മളിത് ഓരോരുത്തർ വായിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും, എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ചെടുക്കണമെന്ന്. പക്ഷേ അത് പഠിക്കൽ വലിയ എളുപ്പമല്ല. ഒരുപാട് വർഷം എടുക്കും അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ. അതിലും ഈസിയായിട്ട് കീബോർഡ് മറ്റുള്ള സാധനങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ ഇത്ര വയസ്സിനുള്ളിൽ ഈ കുട്ടി ഇത്രയും പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. ഞാനിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നു. ഭയങ്കര ഗംഗാ ശശിധരൻ എന്നാണ് പേര്. പക്ഷേ ആ കുട്ടിയെ അത് വായിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന അതേ ഇതിൽ തന്നെ, പക്ഷെ അവരിലും ഇതായിട്ടാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ എപ്പോഴും ഇതിനുള്ള പ്രോത്സാഹനം, മാതാപിതാക്കൾ പ്രോത്സാഹനം കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ നമ്മുടെ അതൊന്നും ഒരു വാസനയില്ലാത്തവരെ തല്ലി ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പോയി അവരെ സമയം പോവും, നമ്മുടെ സമയം പോവും. നമ്മൾ ഇവരെ പുറകെ തന്നെ നടന്നിട്ടും ഇതിനോടുള്ളൊരു താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരിത് പഠിക്കത്തില്ല. അതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനോടൊരു താല്പര്യം വേണം എല്ലാവർക്കും. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ പോയി നമ്മളിപ്പോൾ മാസം ഫീസ് കൊടുത്ത് അവിടെ പോയിരുന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് തിരിച്ചു വന്നിട്ട് ഇത് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടി വായിക്കണത് അതിന് പ്രത്യേകിച്ച് പറയാൻ വാക്കുകളില്ല. അതേ രൂപത്തിലാണ് ഈ പെർഫോമൻസ്. ഇപ്പോൾ ഒരുപാട് വേദികൾ, ഇപ്പോൾ ഇന്നലെ ആറ്റുകാല് അമ്മയുടെ അടുത്തൊക്കെ അതിന് വായിക്കാൻ അവസരം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നിങ്ങളും അവർക്കൊരു അവസരം കൊടുക്കുക. കുട്ടികൾ വളർന്നു വരട്ടെ, അവർ വലിയ വലിയ കലാകാരന്മാരാവട്ടെ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അവർ വീണ്ടും വീണ്ടും വൈറലാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും റമദാൻ ആശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയണില്ല. വീഡിയോ ഇങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ അങ്ങനെ വലിയ ഇതിലൊന്നും പറയാനൊന്നും നമ്മളിലുള്ള വിഷയങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് വരും.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ, നോ പ്രോബ്ലം. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടക്കമായതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അതൊക്കെ ശരിയായിക്കോളും. ഞാൻ ഓരോരോ ടോപ്പിക്കുകൾ പുതിയത് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കും. ഞാൻ വീഡിയോസ് ഉണ്ടാക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. നല്ല നല്ല വീഡിയോസായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.